ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു എളുപ്പത്തിലുള്ള ഒരു കണ്ണൂരപ്പം ഉണ്ടാക്കണം എങ്ങനെ നോക്കാം. അതിന് ഞാനൊരു 300 ഗ്രാം ഇടിയപ്പത്തിൻ്റെ മാവ് എടുത്തിട്ടുണ്ട്. എടുത്ത് തേങ്ങാപ്പാൽ ഒരു തേങ്ങ പൊളിച്ച് അതിൻ്റെ പാലെടുത്തിട്ടുണ്ട്. അത് 1-ാം പാലിത്, 2-ാം പാലിത്. അതിന് ആവശ്യമുള്ള കടലപ്പരിപ്പ് ഞാൻ കുതിരാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഇത്തിരി ഏലക്ക എടുത്തിട്ടുണ്ട്. ശർക്കര പാവ് കാച്ചി അരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മാവ് എങ്ങനെ കലക്കാൻ നോക്കാം. നമുക്ക് ഈ 2-ാം പാൽ ഒഴിച്ച് ഈ മാവിനൊന്ന് നല്ലവണ്ണം കലക്കി കൊടുക്കാം. ഇത് നല്ലവണ്ണം കട്ടകളൊന്നും ഇല്ലാതെ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്കിനി ഈ ചക്കര പാനി ഒന്ന് വീത്തി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് കുറേച്ചാറ്റ് ആവശ്യമനുസരിച്ച് നമുക്കിത് വീത്തി കൊടുക്കാം. നല്ലവണ്ണം ഇത് കലക്കിയെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഈ ഏലക്കാപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇത് കലക്കിയിട്ട് നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് ഇതിനൊന്ന് റെഡിയാക്കി എടുക്കാം. ഈ ചട്ടി ആടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വലിയ ചട്ടി വെച്ചിരിക്കുന്നത്. ചെറിയ ചട്ടിയെങ്കിൽ നമുക്ക് ഒരു കൈ കൊണ്ട് വീഡിയോ എടുത്ത് ഒരു കൈ കൊണ്ട് ഇത് നമുക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടാണ്. അത് കാരണം ഞാൻ വലിയ ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ 300 ഗ്രാം പച്ചരി മാവിന് ഞാൻ 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ മാവിൻ്റെ ഇതനുസരിച്ച് ശർക്കര നിങ്ങൾക്ക് എടുത്തോളാം. നമുക്ക് ഇതിൽ ഞാൻ ഒരു ഇത്തിരി ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇതുകൂടെ നമുക്കിതിലൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ഇനിപ്പൊന്ന് ബാലൻസ് കിട്ടാനായിട്ട് ഇത് നമുക്കൊന്നങ്ങ് ഇട്ട് കൊടുക്കാം. ഈ സ്റ്റേജിൽ നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. കടലപ്പരിപ്പ് ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ട്. അതിന് നമുക്കിതിലൊന്ന് ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പ് നമുക്കൊന്ന് ഇതിലിട്ട് കൊടുത്ത് തിരിച്ച് നമുക്കൊന്ന് ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ നമുക്ക് 1 സ്പൂൺ നെയ്യ് ഇതിലിട്ട് കൊടുക്കാം. നമുക്കിനി 1 സ്പൂൺ നെയ്യ് കൂടെ ഇതിലിട്ട് കൊടുക്കാം. ഈ സ്റ്റേജ് ആകുമ്പം നമ്മളൊന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സ്റ്റേജിൽ നമുക്ക് ഒരു നെയ്യ് കൂടെ 1 സ്പൂൺ, അപ്പം മൊത്തത്തിൽ ഇത് നമുക്ക് 3 സ്പൂൺ നെയ്യ് നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ഇടാകുമ്പോൾ ഇത് കറക്റ്റ് പരുവത്തിന് നമുക്ക് റെഡിയായി കിട്ടും. നമുക്കിത് കോരി മാറ്റാം. സൂപ്പറായ കണ്ണൂരപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് കമത്തി ഇത് നമുക്കിതിൽ പാത്രത്തിൽ കണ്ണൂരപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതേപോലെ ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.